പ്രിയപ്പെട്ടവരെ, തലശ്ശേരിയിൽ നിന്നും വടകരയിലെത്താൻ 1.5 മണിക്കൂറോളം സമയമാണ് എടുക്കുക. ഗതാഗത കുരുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല, നിങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നവരാണ്. എന്നാൽ ഇനി മുതൽ തലശ്ശേരിയിൽ നിന്നും വടകരയിലേക്ക് എത്താൻ 15 മിനിറ്റ് മതി. ദീർഘകാലത്തെ സ്വപ്നം മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ 51 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1973 തലശ്ശേരി മാഹി ബൈപ്പാസിനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു. 1977 ബൈപ്പാസിനായി സ്ഥലം കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കുവാനുള്ള തീരുമാനവുമായിരുന്നു. 1980 ശേഷമാണ് സ്ഥലമേറ്റെടുപ്പ് ആരംഭിക്കുന്നത്. 1984 ബൈപ്പാസിന്റെ അലൈൻമെന്റിന് അംഗീകാരം ലഭിക്കുന്നത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പല കാരണങ്ങളാൽ നീണ്ടുപോയി. ചെറിയ നീളലല്ല, പതിറ്റാണ്ടുകളോളം നീണ്ടുപോയി. പൊതുവെ NH-66 ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതി 6 വരി പദ്ധതി 2013 ഉപേക്ഷിക്കപ്പെട്ട് ദേശീയപാത അതോറിറ്റി സ്ഥലം വിട്ടതായിരുന്നു, ഓഫീസും പൂട്ടിപ്പോയതായിരുന്നു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. NH-66 യാഥാർത്ഥ്യമാക്കാൻ മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട കേന്ദ്ര വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു. ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം. ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ തുക നൽകാൻ സാധിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. സംസ്ഥാന ഗവൺമെന്റിന് മുമ്പിൽ പിന്നെ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ ഈ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് വകയിരുത്തുകയാണ്. 5600 കോടി രൂപയാണ് ഇത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പണം ചെലവഴിച്ചു. 2021 ഈ സർക്കാർ വന്നതിന് ശേഷം മാഹി ബൈപ്പാസ് ഉൾപ്പെടെ കേരളത്തിലെ NH-66 പ്രവൃത്തി പൂർത്തീകരണത്തിന് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് ഇടപെട്ടു. വിവിധ സ്ട്രെച്ചുകളുടെ യോഗം മാസാമാസങ്ങളിൽ പല ഘട്ടങ്ങളിലായി നടത്തി. നേരിട്ട് ഞങ്ങൾ ദേശീയപാത അതോറിറ്റിയോടൊപ്പം സൈറ്റിൽ പോയി കാര്യങ്ങളിൽ ഇടപെട്ടു. അങ്ങനെ തുടർച്ചയായ ശ്രമം എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തി. അതിൻ്റെ വിജയമാണ് മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായത്. അതിൻ്റെ വിജയം തന്നെ ആയിരിക്കും NH-66 അധികം വൈകാതെ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ പിന്നിലും. ഇത് നാടിൻ്റെ വിജയമാണ്, എല്ലാവരും ഒരുമിച്ച് നിന്നതിൻ്റെ വിജയം.